കൈകേയി എനിക്കെന്തു പറ്റി എന്ന തീവ്രമായ ദുഃഖത്തിലായിരുന്നു. തനിക്കെന്തു പറ്റി? താൻ തൻ്റെ പ്രിയപുത്രൻ രാമനെ വനത്തിലേക്ക് അയച്ചു. താൻ കാരണം തൻ്റെ ഭർത്താവ് ദശരഥൻ കൊല്ലപ്പെട്ടു. ഈ വിധം ചിന്തകൾ കൈകേയിയെ വല്ലാതെ അസ്വസ്ഥയാക്കി. താനിങ്ങനെ തൻ്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭരതൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ ദുഷ്ടമാതാവിൻ്റെ വയറ്റിൽ പിറന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു, ദുഷ്ടമാതാവ് എന്നൊക്കെയല്ലേ പറഞ്ഞു. ഒരു മാതാവിനെക്കുറിച്ച് ഒരു പുത്രൻ പറയാവുന്ന നിലയിലാണോ ഭരതൻ പ്രതികരിച്ചത്? ഇതിനായിരുന്നു താൻ പ്രിയപുത്രൻ രാമചന്ദ്രനെ കാട്ടിലേക്ക് അയച്ചത്, സീത കാട്ടിലേക്ക് പോയത്, പ്രിയപുത്രൻ ലക്ഷ്മണൻ രാമനെ പിന്തുടർന്ന് കാട്ടിലേക്ക് പോയത്. ഈ വിധം കടുത്ത ദുഃഖത്തിലായി കൈകേയിയുടെ മുഖമൊക്കെ ഒന്ന് ചുവന്നു, വളരെ അസ്വസ്ഥമായി. തൻ്റെ അന്തഃപുരത്തിൽ കൈകേയി തലങ്ങും വിലങ്ങും വളരെ അസ്വസ്ഥമായി നടന്നുകൊണ്ടേയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണിതയായി കൈകേയി മെല്ലെ മയക്കത്തിലേക്ക് പോയപ്പോൾ കൈകേയി ഒരു ദിവാസ്വപ്നം കണ്ടു. പെട്ടെന്നൊരു സ്വപ്നം. കൈകേയിയോട് മന്ധര വന്ന് പറയുന്ന കാര്യങ്ങളും, കൈകേയി ദശരഥ മഹാരാജാവുമൊത്ത് ദേവന്മാർക്ക് വേണ്ടി അസുരന്മാർക്കെതിരെ യുദ്ധത്തിന് പോയതുമൊക്കെ ആയ കാര്യങ്ങൾ വീണ്ടും സ്വപ്നത്തിൽ ഇങ്ങ് തെളിഞ്ഞു വരികയാണ്. ദശരഥ മഹാരാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട പത്നി കൈകേയിയാണ്. കൈകേയി സ്വപ്നത്തിൽ ഇങ്ങനെ കാണുക, ദശരഥ മഹാരാജാവ് തന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹവും തന്നോടുള്ള പ്രത്യേക പരിഗണനയൊക്കെ കൈകേയി സ്വപ്നത്തിൽ കാണുകയാണ്. ഒപ്പം കൈകേയി കണ്ടു രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ പരിണയശേഷം അവരിങ്ങനെ ഉല്ലാസപൂർവ്വം അയോധ്യയിൽ താമസം തുടങ്ങുകയാണ്. ആഘോഷപൂർവ്വം അവർ ജീവിക്കാൻ തുടങ്ങുകയാണ്. ശ്രീരാമചന്ദ്ര ജനനം കേവലം ഒരു മനുഷ്യ പുത്രനായി രാജകുമാരനായിട്ടുള്ള ജനനമല്ല. ശ്രീരാമചന്ദ്രൻ്റെ ജന്മോദ്ദേശം മറ്റൊന്നാണ്. ഇവരിങ്ങനെ വിവാഹിതരായി ആഘോഷപൂർവ്വം ആ ജീവിതം നയിച്ചു കഴിയാനുള്ളതല്ല ഇവരുടെ ജീവിതം. ഇവരുടെ ജീവിതം മറ്റൊന്നാണ്. ദേവലോകത്ത് നടക്കുന്ന സംസാരമായിട്ടാണ് കൈകേയി കാണുന്നത്. ദേവന്മാർ ഈ അവസ്ഥയിൽ സരസ്വതി ദേവിയെ കണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ സരസ്വതി ദേവി അതിനെന്താണ് മാർഗം എന്നത് ആലോചിച്ച് കൈകേയിക്ക് ദശരഥ മഹാരാജാവ് കൊടുത്തിട്ടുള്ള 2 വരങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ കൈകേയിയുടെ തോഴി മന്ധരയെ ഉപയോഗപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ മന്ധരയുടെ നാവിലേക്ക് സരസ്വതി ദേവി കയറി ചെന്നു.
മന്ധരയെ കൊണ്ട് കൈകിയോട് സംസാരിപ്പിക്കുകയാണ്. ഭരതനെ രാജാവാക്കണമെന്ന്, ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെടുന്ന വർത്തമാനം മന്ധര കൈകിയോട് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് കൈകി ഞെട്ടി ഉണർന്നു. എന്തായിരുന്നു താൻ കണ്ട സ്വപ്നം? ദേവന്മാർ ചെയ്യിച്ചതാണ്? സരസ്വതീദേവിയാണോ മന്ധരയുടെ നാവിലേക്ക് കയറി ഈ വിധം പറയിപ്പിച്ചത്? കൈകി മന്ധരയെ വിളിപ്പിച്ചു. മന്ധര കൈകിയുടെ അടുത്തെത്തി. താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മന്ധരയ്ക്ക് ഓർമ്മയില്ല. മന്ധര കൊട്ടാരത്തിൽ നടന്ന ദുഃഖകരമായ സംഭവത്തിൽ മന്ധരയും ദുഃഖിതയാണ്. മന്ധരയും ഇങ്ങനെ പറഞ്ഞാൽ ഉപകരണമായി എന്ന് മാത്രം മന്ധരയ്ക്ക് മനസ്സിലായി. താൻ പറഞ്ഞ കാര്യങ്ങൾ കൈകിയോട് എന്തൊക്കെയാണ് ഈ പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് മന്ധര മറന്നുപോയി. ഇരുവരും പരസ്പരം തങ്ങൾക്ക് പറ്റിയ ഈ അവസ്ഥയെക്കുറിച്ച് പരസ്പരം ഓർത്ത് ദുഃഖം പങ്കിട്ട് അവർ ആശ്വസിച്ചു. എന്തിനെങ്കിലും വേണ്ടിയായിരിക്കും, നല്ലതിനു വേണ്ടിയായിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്നവർ ആശ്വസിച്ച് ഇരുവരും അവിടെ കൈകിയുടെ അന്തഃപുരത്തിൽ കഴിഞ്ഞു. ഈ സമയം ഭരതൻ അവിടെ അസ്വസ്ഥനായി ശത്രുഘ്നോടൊപ്പം കൊട്ടാരത്തിൽ ഇനി എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയുമായി നിൽക്കുകയാണ്. ജ്യേഷ്ഠൻ രാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരണം. അതിനു മുമ്പായി ദശരഥ മഹാരാജാവിൻ്റെ ശരീരം മറവ് ചെയ്യണം. അതിനാണ് വസിഷ്ഠമുനി ഭരതനെയും ശത്രുഘ്നെയും കുതിരപ്പക്ഷികളെ അയച്ച് കേകയ രാജ്യത്ത് നിന്ന് വരുത്തിയത്. വസിഷ്ഠമുനി സുമന്ത്രരുമായി ആലോചിച്ചു, എന്താണ് അടുത്ത നടപടി? അവർ അവിടെ ഉണ്ടായിരുന്ന സാമന്ത രാജാക്കന്മാരും ഋഷിമാരും മന്ത്രിമാരും ഒക്കെയായിട്ട് മന്ത്രമണ്ഡപത്തിൽ ഒത്തുകൂടി. എത്രയും വേഗം ദശരഥ മഹാരാജാവിൻ്റെ ശരീരം മറവ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ ശരീരം മറവ് ചെയ്യുവാനായുള്ള നടപടികൾ ആരംഭിച്ചു. അപാരവർഷ ജനങ്ങൾ കോസരാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി അയോധ്യയിലേക്ക്, കൊട്ടാരത്തിലേക്ക് എത്തിക്കൊണ്ട് അവരെല്ലാം ദശരഥ മഹാരാജാവിൻ്റെ അവദാനങ്ങളെക്കുറിച്ച് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുകയും അലയുമുറയിട്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് അയച്ച, ദശരഥ മഹാരാജാവിൻ്റെ മരണത്തിലേക്ക് നയിച്ച കൈകിയോടുള്ള അമർഷവും കാണാമായിരുന്നു. അവിടെ എത്തി ആളുകൾ ദശരഥ മഹാരാജാവിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. കാവൽഭടന്മാർക്ക്, കൊട്ടാരം വിചാരിപ്പുകാർക്ക്
ഏറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. ഈ വിധം ഇങ്ങനെ അവിടെ ഈ ചടങ്ങ് നടത്തുവാനായി. അങ്ങനെ വളരെ വേദന നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അഭാവത്തിൽ ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും സാന്നിധ്യത്തിൽ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങി. ദശരഥ മഹാരാജാവിൻ്റെ ശരീരം എല്ലാവരും ചേർന്ന് എടുത്ത് ഉയർത്തി അത് ചിതയിലേക്ക് എടുക്കുവാൻ തീരുമാനിച്ച് മുന്നോട്ട് നീങ്ങി. ചിതയിൽ കൊണ്ടുവച്ചു. മറ്റ് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാനായി ഭരതൻ മുന്നോട്ട് വന്നു. വസിഷ്ഠമുനി ഭരതനെ തടഞ്ഞു. ദശരഥ മഹാരാജാവ് ഭരതൻ മരണാനന്തര ക്രിയകൾ നിർവഹിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള വിവരം വസിഷ്ഠമുനി ഭരതനെ ഓർപ്പിച്ചു. ഭരതൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. താൻ എത്രത്തോളം ദുഷ്ടനായിപ്പോയി, ഒരു ദുഷ്ടമാതാവിൻ്റെ വയറ്റിൽ പിറന്നതിൻ്റെ ദുഃഖം, എൻ്റെ പിതാവിന് അവസാനം ചിതയിൽ കൊള്ളുവയ്ക്കാൻ പോലും കഴിയാത്ത ഒരാളായി ഞാൻ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഭരതൻ അവിടെ തറയിൽ ഇരുന്ന് വിലപിച്ചു. ഭരതൻ മഹാരാജാവാകേണ്ട ആളാണ്. ഭരതൻ്റെ ആ വിലാപം കണ്ട് അവിടെ കൂടി നിന്ന ആളുകളൊക്കെ വളരെ ദുഃഖിച്ചു. അത് കഴിഞ്ഞ് ശത്രുഘ്നോട് മറ്റ് കർമ്മങ്ങൾ ചെയ്യുവാൻ വസിഷ്ഠമുനി നിർദ്ദേശിച്ചു. അപ്രകാരം വസിഷ്ഠമുനി നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ശത്രുഘ്നൻ ദശരഥ മഹാരാജാവിൻ്റെ അവസാന കർമ്മങ്ങളെല്ലാം ചെയ്തു പൂർത്തിയാക്കി. അങ്ങനെ സംഭവബഹുലമായ മഹാരാജാവിൻ്റെ ഒരു യാത്ര, ഭൗതിക ശരീരത്തിൻ്റെ യാത്ര, ആ കോസലരാജ്യം അയോധ്യ കണ്ടു. ചിത ആളിക്കത്തിയപ്പോൾ നിരവധി ആളുകൾ ആ ചിതയിലേക്ക് ചാടി ജീവത്യാഗം ചെയ്തു. കൊട്ടാരം വിചാരിപ്പുകാരിൽ പലരും, ആ സ്ത്രീ പുരുഷ ഭേദമന്യേ പലരും ആ ചിതയിലേക്ക് ചാടി ദശരഥ മഹാരാജാവിൻ്റെ ശരീരത്തോടൊപ്പം ദേഹം വെടിഞ്ഞു. ആ ദുഃഖകരമായ അന്തരീക്ഷത്തിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും മന്ത്രമണ്ഡപത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നു. സാമന്ത രാജാക്കന്മാരും ഋഷിമാരും മന്ത്രിമാരും ഭരതശത്രുഘ്നന്മാരും വസിഷ്ഠമുനിയുടെയും സുമന്ത്രരുടെയും നേതൃത്വത്തിൽ ഒന്നിച്ചു ചേർന്നു. വസിഷ്ഠമുനി കുലഗുരുവാണ്, സൂര്യവംശത്തിൻ്റെ ഗുരുവാണ്. വസിഷ്ഠമുനി പറഞ്ഞു, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ എല്ലാമായ ദശരഥ മഹാരാജാവ് നമ്മെ വിട്ടു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്നും നമ്മോടൊപ്പമുണ്ട്. ഇനിയുള്ള കാലം അയോധ്യയിൽ ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഭരതൻ്റെ നേതൃത്വത്തിലാണ്. ഭരതൻ രാജാവാകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഭരതനെപ്പോലെ നിപുണനും
സമർത്ഥനുമായ, അതിസമർത്ഥനുമായ ഒരു വ്യക്തി ഈ ഭാരതവർഷത്തിൻ്റെ, ഈ അയോധ്യയുടെ, കോസല രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിർദ്ദേശം എന്ന് പറഞ്ഞ് വസിഷ്ഠൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും, സാമന്തരാജാക്കന്മാരും മഹർഷീശ്വരന്മാരും മറ്റു മന്ത്രിമാരും എല്ലാവരും അതിനെ സർവാത്മന അംഗീകരിച്ചു. ഇത് കേട്ട് ഭരതൻ മറുപടി പറയാനായി എണീറ്റു. ഭരതൻ പറഞ്ഞു, നമ്മോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും വിശ്വാസത്തിനും ഒക്കെ നമുക്ക് നന്ദിയുണ്ട്. എന്നാൽ മഹാനായ ദശരഥമഹാരാജാവ് വരുന്ന ഈ അയോധ്യയുടെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് നമ്മുടെ എവരും പ്രിയപ്പെട്ട ശ്രീരാമചന്ദ്രൻ ആണ്, എൻ്റെ പ്രിയ ജ്യേഷ്ഠൻ. ശ്രീരാമചന്ദ്രൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ നാം ഇരിക്കില്ല. നമുക്ക് ഈ സ്ഥാനം വേണ്ട. നമ്മെ അതിൽ നിങ്ങൾ നിർബന്ധിക്കരുത്. പെട്ടെന്ന് സദസ്സ് സ്തബ്ധമായി പോയി. നാം ഈ പദവി ഏറ്റെടുക്കുന്നതല്ല, നമുക്കിത് വേണ്ട, അതിന് നാം തയ്യാറല്ല. കാട്ടിലേക്ക് പോയി ശ്രീരാമചന്ദ്രനെ, ജ്യേഷ്ഠനെ, ജ്യേഷ്ഠത്തിയമ്മയെ, അനുജനെ, ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടുവരണം. ജ്യേഷ്ഠൻ ഇവിടെ അധികാരം ഏറ്റെടുക്കും. അതാണ് എൻ്റെ ആഗ്രഹം. അത് നടന്നില്ല എങ്കിൽ ഞാനും അവരോടൊപ്പം വനത്തിലേക്ക് പോയി തപസ്സിരിക്കും. നാമില്ല എന്ന് ഭരതൻ കടുപ്പിച്ച് വ്യക്തമാക്കി. സരസാകെ സ്തബ്ധമായി. ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഭരണം രാജാവില്ലാതെ മുന്നോട്ട് പോകുന്നത് ഉചിതമായ കാര്യമല്ലല്ലോ. ഭരണം സ്തംഭിക്കുന്ന അവസ്ഥയിലെത്തിയാൽ രാജ്യം തന്നെ അനാഥമാകും. നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യം പോകരുത്. സ്വർഗരാജ്യത്തിന് തുല്യമായി ദശരഥ മഹാരാജാവ് കാലങ്ങളോളം ഭരണം നടത്തി വളർത്തിക്കൊണ്ടുവന്ന മഹാരാജ്യം അങ്ങനെ നശിക്കാൻ പാടില്ല. നാഥനില്ലാതാകാൻ പാടില്ല. നമുക്ക് അതിന് പരിഹാരമുണ്ടായേ മതിയാവും. ഭരതകുമാരൻ ഈ വിധം തീരുമാനമെടുത്താൽ നമുക്ക് മറിച്ചൊന്നും പറയാനാവില്ല. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവസാനം എല്ലാവരും കൂടി ഭരതൻ്റെ തീരുമാനം അനുസരിക്കാൻ തീരുമാനിച്ചു. കാട്ടിലേക്ക് പോയി ശ്രീരാമചന്ദ്രനെ കണ്ട് മടക്കി വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഭരതനെടുത്ത തീരുമാനം. അതിനായി തീരുമാനമെടുത്തു.